കേരളത്തിൽ ഒരു ദിവസം കുറഞ്ഞത് ഒരു കൊലപാതകമെങ്കിലും നടക്കുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ മദ്യത്തിന്റെയും ലഹരിയുടെയും പങ്ക് ചെറുതൊന്നുമല്ല. വയനാട് വൈത്തിരിയിൽ യുവാവിനെ സഹോദരൻ കൊലപ്പെടുത്തിയതും മദ്യലഹരിയിലാണ്. വൈത്തിരി സ്വദേശി റെനിയാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരൻ ബെന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. റെനിയും ബെന്നിയും മദ്യപിച്ച് പരസ്പരം വാക്കേറ്റമുണ്ടാകുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും വീട്ടിൽ നിന്ന് ബഹളം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. രാവിലെയാണ് റെനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനിടയിൽ ബെന്നി സാധാരണ പോലെ പുറത്ത് പണിക്ക് പോയിരുന്നു. പണിസ്ഥലത്തെത്തിയാണ് വൈത്തിരി പോലീസ് ബെന്നിയെ കസ്റ്റഡിയിലെടുത്തത്. വാക്ക് തർക്കത്തിനിടെ റെനിയുടെ തലയ്ക്ക് പിറകിൽ ചുറ്റിയുകൊണ്ട് അടിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. റെനിയുടെ തലയുടെ ഒരു ഭാഗം തകർന്ന നിലയിലാണ്. എൽഡർ ബ്രദർ ആണ് ഇതിൽ അക്യൂസ്ഡ്. സോ നമുക്ക് കൂടുതലായിട്ട് അന്വേഷണം ഉണ്ട്, എന്താണ് ഇന്റൻഷൻ ഒക്കെ. സോ അത് നോക്കുന്നുണ്ട്. ഈ കോളനിയിൽ അനധികൃത മദ്യവിൽപ്പന വർദ്ധിച്ചു വരുന്നതായി പരാതിയുണ്ട്. അമിതമായി മദ്യപിച്ച ശേഷം ഒരു ആദിവാസി യുവാവ് മുൻപ് കോളനിയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മദ്യപാനം, പിന്നെ കഞ്ചാവ്, ഇങ്ങനത്തെ ഒരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ അത് നാട്ടുകാർക്കും ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകും. പലതവണ നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടും നമ്മളെന്താക്കിയിട്ടുണ്ട്, അത് പോലീസായിട്ടും മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ അപ്പം വരും, അപ്പം എന്താക്കൂല, ആരെയും കിട്ടൂല, അങ്ങനെ അവരുണ്ടാക്കും. വൈത്തിരി സിഐക്കാണ് കേസന്വേഷണ ചുമതല. റെനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അമിത മദ്യപാനം ദിനംപ്രതി നിരവധി പേരുടെ ജീവനാണ് എടുക്കുന്നത്. ഇവിടെ ജ്യേഷ്ഠ സഹോദരൻ അനുജന്റെ ജീവൻ എടുത്തിരിക്കുന്നു. അമിത മദ്യപാനമാണ് കാരണം. വയനാട് അച്ചൂരിൽ നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് 18.